ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റേഷൻ അരി കൊണ്ട് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കണ്ടു നോക്കാവേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തിയുടെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം. തലേ ദിവസത്തെ മീൻകറിയൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ആ മീൻകറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മീൻകറി തന്നെ വേണമെന്നില്ല, ചിക്കൻ കറിയുടെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയും ചമ്മന്തിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു ചുമന്ന കളറിൻ്റെ ഒരു ചമ്മന്തിയും കൂടി ഇതിന് കോമ്പിനേഷനായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ അരി ഒന്ന് കുതിർക്കാനിടണം. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് 2 കപ്പ് റേഷൻ അരി എടുത്തിട്ടുണ്ട്. നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെളുത്ത കളറിൻ്റെ പുഴുക്കലരി ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ 2 കപ്പ് എടുത്തിരിക്കുന്നത്. ഈ റേഷൻ അരിക്ക് പകരം നമ്മൾ ചോറ് വെക്കുന്ന മട്ടാരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ 2 കപ്പ് റേഷൻ അരി, അതിലേക്ക് 1/2 കപ്പ് പച്ചരി. 2 കപ്പ് റേഷൻ അരിക്ക് 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകി വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് ഇടണം. ഞാനിപ്പോൾ ഒരു 6 മണിക്കൂർ അരി കുതിർത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നു ഇത് തയ്യാറാക്കിയത്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ അരി വെള്ളത്തിലിട്ടായിരുന്നു. അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂട്ടി അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് അരയ്ക്കുമ്പോൾ നമ്മൾ നൈസായിട്ട് അരയ്ക്കരുത്, കുറച്ച് തരിയായിട്ട് അരയ്ക്കണം. അപ്പോൾ അരിയുടെ കൂടെ ഞാൻ ഉപ്പും ചേർത്തു, വെള്ളവും 1 ഗ്ലാസോളം വെള്ളം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അരയ്ക്കുമ്പം ഒരു കാരണവശാലും നൈസായിട്ട് അരയ്ക്കരുത്, തരിയായിട്ട് ഒരു റവയുടെ പരുവത്തിൽ. ഇപ്പോൾ കുറച്ച് വലിയ റവ, നമ്മളിപ്പോൾ ഗോതമ്പ് റവയൊക്കെ ഇല്ലേ, ആ പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണം. അരച്ച മാവിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അരി ഇതിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളൊരു റവ പരുവത്തിലാണല്ലോ അരച്ചേക്കുന്നത്, അപ്പോൾ ഒരു കുറച്ച് അടിയിൽ ഇങ്ങനെ ഊറിക്കിടക്കും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ നമ്മൾ പാത്രത്തിലേക്ക് ഇത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് കുറച്ച് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കും. തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, കറിയൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കുറച്ച് അധികം തേങ്ങയൊക്കെ ചേർത്ത് തയ്യാറാക്കിയാൽ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നമ്മളിങ്ങനെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് ആ മാവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇങ്ങനെ വെന്ത് കഴിഞ്ഞ് നമ്മളിത് തയ്യാറാക്കുവാണെങ്കിൽ റേഷനരി ആണല്ലോ, റേഷനരിയുടെ ചെറിയൊരു ചുകയും ഒരു സ്മെല്ലൊക്കെ അതൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഈ പരുവത്തിലായി കഴിയുമ്പം നമ്മൾ സ്റ്റവിൽ നിന്ന് മാറ്റി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സ്റ്റവിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്കൊരു അടിപൊളി ചമ്മന്തി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണോ എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു പകുതി, വലിയ തക്കാളി ആണെങ്കിൽ ഒരു പകുതി തക്കാളി, ചെറുതാണെങ്കിൽ ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ആ തക്കാളിയും ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മുളകും ഒന്ന് വെന്ത് കിട്ടണം. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ, ആവശ്യത്തിനനുസരിച്ചുള്ള ചിരകിയ തേങ്ങ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം ഞാനിപ്പം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ വറ്റൽമുളകും വെളുത്തുള്ളിയും തക്കാളി ചേർത്ത് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് പുളി ചേർക്കേണ്ട ആവശ്യമില്ല. ചമ്മന്തിക്ക് ഒരു നല്ല കുറുകുറുപ്പും അതുപോലെ ടേസ്റ്റും നല്ലതായിരിക്കും കേട്ടോ. ഇതുപോലെ നല്ല കുറുകിയ ചമ്മന്തി ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഈ ചമ്മന്തിക്ക് ഒരു കടുക് പൊട്ടിക്കണം. അതിനായിട്ട് നമ്മൾ അതേ പാൻ തന്നെ ചൂടാകാനായിട്ട് വെച്ച് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമുക്കൊരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ വേറെ ഒന്നും ഇതിന് കടുക് വറക്കാനായിട്ട് ചേർക്കുന്നില്ല കേട്ടോ. കടുകും ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിലയും മാത്രം ചേർത്തിട്ട് ഈ കരിവേപ്പില ഒന്ന് ഇതുപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഒന്ന് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി ചേർത്ത് കൊടുക്കുക. ഇതേ ഒരു കൺസിസ്റ്റൻസി, കുറച്ച് തിക്കായിട്ടുള്ള ചമ്മന്തി ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് കഴുകി നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഈ ചമ്മന്തി തിളയ്ക്കരുത് കേട്ടോ. ഞാനിപ്പോൾ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ചേർത്തു. നല്ല തിക്കായിട്ടുള്ള ചമ്മന്തി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി, അരയ്ക്കാൻ നേരത്ത് നമ്മൾ ഉപ്പ് ഇട്ടായിരുന്നു, വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് ചേർത്തിട്ട് ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം. നമ്മുടെ
സൂപ്പറായിട്ടുള്ള ചമ്മന്തി. സിമ്പിളാണല്ലോ, നല്ല ചമ്മന്തിയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മാവൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ആവശ്യത്തിനുള്ള മാവ്, നമുക്കിപ്പോൾ എത്രത്തോളം വലുത് വേണോ അത്രത്തോളം മാവ് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയിട്ട് പതുക്കെ നടുക്ക് ഒരു ചെറിയൊരു ഹോളിങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. പിന്നെ അകത്തൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഹോളിട്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളിലൊക്കെ വേഗം കുറച്ച് സമയം എടുക്കും. ചില സമയത്ത് നമ്മൾ കുറച്ച് വലുതായി പോയി കഴിഞ്ഞാൽ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഹോളൊക്കെ ഇട്ടെടുത്ത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് മുമ്പ് തന്നെ ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നു. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പലഹാരം നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെയർ, താഴത്തെ ഒരു ലെയർ മാത്രം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് സ്റ്റീം കയറി കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ വെക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് തന്നെ വെച്ച് കഴിഞ്ഞാൽ താഴത്തെ എല്ലാം ഷേപ്പ് ഔട്ടായി പോകും, പിന്നെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ആവി കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തുറന്നിട്ട് ബാക്കിയുള്ള ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ വെച്ചിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ആൾറെഡി നമ്മുടെ മാവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്റ്റീം കയറി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള പലഹാരം ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റാണ്. കറിയൊന്നും വേണ്ട, നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് വെറും ചായയുടെ കൂടെ അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മീൻ കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ ചമ്മന്തിയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതുപോലെ നാടനായിട്ടുള്ള റെസിപ്പിയായിട്ട് പിന്നെയും വരാം. അതുവരെ ബൈ.